പ്രിയ പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 12 വർഷമാണ് ഒരു വ്യാഴവട്ടക്കാലം. അതായത് എല്ലാ വർഷവും ഓരോ രാശിയിലൂടെ വ്യാഴം കടന്നു പോകുന്നുണ്ട്. എല്ലാ രാശിക്കാർക്കും ഇത് ഗുണം ചെയ്യണം എന്നില്ല. പക്ഷേ ഈ ഒരു വർഷം വ്യാഴമാറ്റം കൊണ്ട് വളരെ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ തൊഴിൽ രംഗത്തുള്ള ധനവരവ് വർദ്ധിക്കുകയും സ്ഥലമാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലമാറ്റം ലഭിക്കുകയും സാമ്പത്തികമായിട്ട് ഉന്നതി കൈവരിക്കാനും ഒക്കെ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഈ വ്യാഴമാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കാം. പ്രിയ പ്രേക്ഷകരെ, വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ. ഇവരുടെ കർമ്മ പുരോഗതിക്കൊക്കെ അനുകൂല സമയം വന്നു ചേരുകയാണ്. സ്വദേശത്തും വിദേശത്തും ഭാഗ്യാനുഭവങ്ങൾ ഇതുമൂലം ഇവർക്ക് വർദ്ധിക്കുന്നതായിരിക്കും. ജനസമ്മതി നേടാനും കഴിയുന്നൊരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. വിവര സാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. ആധുനിക ചികിത്സാ രീതികളിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പിന് യോഗവും രോഹിണി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം കൂടി വരുന്നൊരു സമയമാണ്. ഇലക്ട്രോണിക് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരവും സിദ്ധിക്കുന്നൊരു സമയമാണ്. മംഗളകാര്യ ചർച്ചയിൽ ശുഭ പര്യവസാനമായിരിക്കും ഈ ഒരു സമയത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക. സിനിമ സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങളും ഇവർക്ക് വന്നു ചേരും. അഭിഭാഷക രംഗത്ത് നല്ല അവസരങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് ഇവർക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഔദ്യോഗിക തല ചർച്ചകൾക്കും നേതൃത്വം നൽകുന്നതിന് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല അവസരങ്ങളാണ്. രോഹിണി നക്ഷത്രത്തിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വന്നു ചേരുക. അതോടൊപ്പം തന്നെ ഗൃഹനിർമ്മാണം ആരംഭിക്കാനിരിക്കുന്നവർക്കും അനുകൂല സമയമാണ്. അടുത്തൊരു നക്ഷത്രക്കാർ മകയിരം നക്ഷത്രക്കാരാണ്. ഇവർക്ക് തൊഴിൽ രംഗത്തൊക്കെ ധനവരവ് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായി പൂർത്തിയാക്കാനൊക്കെ ഇവർക്ക് സാധിക്കും. സന്താനത്തിന് മികച്ച ജോലിക്കും യോഗം കാണുന്നുണ്ട്. ദൂരദേശത്തു നിന്നും ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാം. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനമൊക്കെ സ്വീകരിക്കാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ഈ ഒരു സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും. ബാധ്യതകളൊക്കെ തീർക്കുന്നതിന് പുതിയ മാർഗങ്ങളൊക്കെ കണ്ടെത്തുകയും കടബാധ്യതകളൊക്കെ ഒഴിവാക്കാനും മകയിരം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് സാധിക്കും. വ്യാപാര ബന്ധങ്ങൾ നേരെയാക്കുന്നതിന് ഉന്നതരുടെ സഹായം പ്രതീക്ഷിക്കാം. ഉപരിപഠന വിജയം ഉദ്യോഗ കയറ്റത്തിന് സഹായകരമാകും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കാനൊക്കെ സാധിക്കും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കുന്നതായിരിക്കും. സർവകലാശാലയിൽ സ്ഥാനക്കയറ്റം, വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുക. സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകുക. ഇതിനായിട്ടൊക്കെയുള്ള ഒരു അവസരങ്ങൾ ഈ ഒരു സമയത്ത് മകയിരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതായിരിക്കും. അടുത്തൊരു നക്ഷത്രക്കാർ പുണർതം നക്ഷത്രക്കാരാണ്. ദൂരദേശത്ത് ആരെങ്കിലും തൊഴിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഫലമാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ പുണർതം നക്ഷത്രക്കാർക്ക്. പുതിയ സ്ഥാനലബ്ധിക്കുള്ള എതിർപ്പുകളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. സാങ്കേതിക രംഗത്ത് ശക്തമായ ഒരു തിരിച്ചുവരവ് വരാനായിട്ട് IT മേഖലകളിൽ ജോലി ചെയ്യുന്ന പുണർതം നക്ഷത്രക്കാർക്ക് സാധിക്കും. തൊഴിൽ സ്ഥാനത്ത് മനസ്സിന് കുളിരേകുന്ന അടുപ്പം വർദ്ധിച്ചു വരുന്നൊരു സമയമാണ്. ബാധ്യത തീർക്കുന്നതിന് സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സഹായം ലഭിക്കുന്നതായിരിക്കും. പുതിയ ഇടപാടിനുള്ള പ്രാരംഭ ചർച്ചകളൊക്കെ നടത്താം. സ്വകാര്യ ആശുപത്രിയിൽ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇവർക്ക് തൊഴിൽ രംഗം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാനും സാധിക്കും. സർക്കാർ തലത്തിൽ അംഗീകാരം സിദ്ധിക്കുന്ന ഒരു സമയമാണ്. വൻകിട സ്ഥാപനത്തിൽ തൊഴിലിന് ഒരു അവസരം പുണർതം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട്. സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന പുണർതം നക്ഷത്രക്കാർക്ക് ഇതൊരു വഴിത്തിരിവിൻ്റെ സമയമായിരിക്കും.
അടുത്തൊരു നക്ഷത്രക്കാര് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൊഴിൽ സ്ഥലത്ത് പുതിയ ചുമതലകളൊക്കെ വന്നു ചേരുന്നൊരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. അതോടൊപ്പം തന്നെ കുടുംബകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കുക വഴി കുടുംബ ബന്ധങ്ങൾ വളരെ ഊഷ്മമായിട്ട് മുന്നോട്ടൊക്കെ പോകും. ദൂരദേശത്തുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് അവിടെ ഉണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ ഈ സമയത്ത് സാധിക്കും. സന്താനത്തിൻ്റെ സ്ഥാനചലനത്തിന് ഉന്നതരുടെ സഹായം ലഭിക്കുന്നൊരു സമയമാണ്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. മംഗളകർമ്മത്തിന് ഉറ്റവരിൽ നിന്ന് അകമഴിഞ്ഞുള്ള സാമ്പത്തിക സഹായം ഇപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഷെയർ മാർക്കറ്റിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇട നൽകാതെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രണയ വിവാഹം അനുകൂലമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. സർക്കാർ തല അംഗീകാരം ഈ സമയത്ത് ഇവർക്ക് സിദ്ധിക്കും. വിവാദങ്ങളുടെ തീഷ്ണതയിൽ നിന്ന് മോചനം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. പുതിയ വിതരണ മേഖല കണ്ടെത്തുകയും അതുവഴി സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്താൻ ഇവർക്ക് ഈ ഒരു സമയത്ത് സാധിക്കും. വ്യാഴമാറ്റം മൂലം ഗുണം ചെയ്യുന്ന മറ്റൊരു നക്ഷത്രക്കാരുണ്ട്. അവർ മൂലം നക്ഷത്രക്കാരാണ്. ഔദ്യോഗിക തലത്തിലൊക്കെ ഗുണകരമായ മാറ്റം ഈ സമയത്ത് ഇവർക്ക് പ്രതീക്ഷിക്കാം. ദൂരദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാകുന്നൊരു സമയം വന്നു ചേരുകയാണ്. വ്യാപാര പുരോഗതിയും മൂലം നക്ഷത്രക്കാർക്ക് ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കാം. പ്രമോഷൻ തടസ്സങ്ങളൊക്കെ വളരെ വേഗത്തിൽ മാറി വീടിനോട് അടുത്ത സ്ഥലത്ത് തന്നെ തൊഴിൽ മാറ്റത്തോടു കൂടിയുള്ള പ്രമോഷൻ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇൻ്റർവ്യൂവിൽ ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ പുതിയ പദവി ഇവർക്ക് മൂലം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതായിരിക്കും. കുടുംബാന്തരീക്ഷത്തിൽ സമാധാന നില കൈവരും. ഉന്നത സമിതികളിൽ പങ്കാളിയാകാനൊക്കെ മൂലം നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും. പുതിയ സംരംഭത്തിന് സർക്കാർ പദ്ധതികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നൊരു തുക ലോണായിട്ട് ലഭിക്കുന്നതായിരിക്കും. പൊതുരംഗത്ത് അഭിപ്രായ ഭിന്നതർക്ക് ഇടവരുത്തരുത്. സ്വകാര്യ സ്ഥാപനത്തിൽ ആത്മസംഘർഷം വരാതെയും ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് മൂലം നക്ഷത്രക്കാർ. അടുത്തൊരു നക്ഷത്രക്കാർ ഉത്രാട നക്ഷത്രക്കാരാണ്. ഗൃഹത്തിൽ മംഗളകർമ്മ യോഗമൊക്കെ ഉത്രാട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. സാമ്പത്തിക മേന്മയുള്ള സംഗതികൾ ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരും. അന്യദേശത്ത് ലഭിക്കുന്ന അവസരങ്ങൾ സമർത്ഥമായി പ്രയോജനപ്പെടുത്തുക വഴി കുടുംബത്തിൽ ഒരു സാമ്പത്തിക ഭയൊക്കെ ഉറപ്പാക്കാൻ ഇവർക്ക് സാധിക്കും. വ്യാപാര മേഖലയിൽ മികച്ച തിരിച്ചുവരവിനുള്ള ശ്രമങ്ങളൊക്കെ പൂർത്തിയാകും. പ്രണയവിവാഹം നടക്കുന്നതിന് അവസാന അടവും പയറ്റേണ്ടതായ ചില സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നുണ്ട്. എങ്കിലും പ്രണയവിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കുന്നതായിരിക്കും. സിനിമ സാങ്കേതിക രംഗത്ത് അപ്രതീക്ഷിത തിരക്കുകളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വന്നു ചേരുന്നതായിരിക്കും. സന്താനത്തിന് ഇപ്പോഴത്തെ ജോലിയിൽ നിന്ന് മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അടുത്തൊരു നക്ഷത്രക്കാർ കൂടിയുണ്ട്. അവർ ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. കഷ്ടപ്പാടുകൾ തരണം ചെയ്യുന്നതിന് അപ്രതീക്ഷിതമായ സഹായ ഹസ്തങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. കച്ചവട രംഗത്ത് പുത്തൻ ഉണർവ് പ്രതീക്ഷിക്കുക. മാതൃസ്വത്ത് കൈവശം വന്നു ചേരുന്നതിനുള്ള യോഗവും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഉപരിപഠനം വിജയകരമായൊക്കെ പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും. സന്താനത്തിന് സാങ്കേതിക രംഗത്ത് മികച്ച ജോലിക്കുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. പ്രണയകാര്യത്തിൽ മറ്റുള്ളവർക്ക് കല്ലുകടി വരാതെ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാത്തിരുന്ന സർക്കാർ ജോലിക്ക് യോഗം കാണുന്ന ഒരു നക്ഷത്രക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. കുടുംബക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. കോടതി കാര്യങ്ങളിലും പ്രതീക്ഷിക്കാവുന്നൊരു സമയം കൂടിയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രക്കാർ രേവതി നക്ഷത്രക്കാരാണ്. ഇവർക്ക് കർമ്മരംഗങ്ങളിൽ വിജയത്തുടക്കം വന്നു ചേരുന്നൊരു സമയം ആണ് രേവതി നക്ഷത്രക്കാർക്ക്. ധനനഷ്ടങ്ങളൊക്കെ നികത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബക്കാരുടെ സഹായത്താൽ വ്യാപാര രംഗത്ത് ശക്തമായ തിരിച്ചുവരവൊക്കെ നടത്തും. വീട് നിർമ്മാണത്തിൽ മാറ്റം വരുത്താൻ ഒക്കെ ഒരു അവസരം രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട്. ആയുർവേദ ചികിത്സാ രംഗത്ത് തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. സ്വദേശത്ത് ലാഭകരമായ സംഗതികൾ വന്ന് ചേരാനൊക്കെ സാഹചര്യം ഒരുങ്ങുന്നുണ്ട് രേവതി നക്ഷത്രക്കാർക്ക്. പ്രണയം തുറന്നു പറയുന്നതിന് സമ്മർദ്ദം കൂടുന്ന സാഹചര്യമാണ് കാണുക.
ഭരണതലത്തിൽ തന്ത്രപരമായ തീരുമാനമെടുക്കാനും ഈ ഒരു സമയത്ത് രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ വരുന്ന വ്യാഴമാറ്റം കൂടുതൽ ഗുണം ചെയ്യുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു.